ഗുഡ് മോർണിംഗ്. നമ്മുടെ അടുത്ത ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്കാണ്. പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്. So consider a system of capital N particles. Consider a system of capital N particles in a three-dimensional space. Let the system be subjected to an infinitesimal displacement. An infinitesimal displacement consistent with the forces and constraints imposed on the system. Constraints imposed on the system at any time t. At any time t. അതായത് നമ്മളൊരു എൻ പാർട്ടിക്കിൾ സിസ്റ്റം നമ്മൾ 3-dimensional സ്പേസിൽ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെ ഒരു എൻ പാർട്ടിക്കിൾ സിസ്റ്റത്തിലേക്ക് നമ്മളൊരു ഇൻഫൈനൈറ്റ്സിമൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. ഇൻഫൈനൈറ്റ്സിമൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, നമുക്ക് രണ്ട് തരത്തിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റുകളുണ്ട്. ഒന്ന് റിയൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്, മറ്റൊന്ന് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്. എന്താണ് ഈ റിയൽ ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റും? ദ ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് എ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് എ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ ടൈം ഈസ് കോൾഡ് റിയൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് റിയൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു വസ്തു റിയലായിട്ട് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു, അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ടൈമിന് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യത്തെ സെക്കൻഡിൽ ഒരു പാർട്ടിക്കിൾ ഇവിടെയാണ്, രണ്ടാമത്തെ സെക്കൻഡ് നോക്കിയപ്പോൾ ആ പാർട്ടിക്കിൾ ഇവിടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ആ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് സംഭവിച്ചപ്പോൾ അവിടെ ടൈമിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സമയം മാറുന്നതിനനുസരിച്ച് ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ മാറുകയാണ് ചെയ്തത്. അതേസമയം ടൈം ചേഞ്ച് ഇല്ലാത്ത ഡിസ്പ്ലേസ്മെൻറ്റുകളെയാണ് നമ്മൾ വിർച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ശരിക്കും എന്തല്ല? റിയൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് അല്ല. അതിനിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പൊസിഷൻ അതുപോലെ തന്നെ ടൈം, ഓക്കെ, ടൈമിനനുസരിച്ച് ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ടൈമിനനുസരിച്ച് പൊസിഷൻ എന്ന് പറയുന്നത് പ്ലോട്ട് ചെയ്തപ്പോൾ ആദ്യം എനിക്ക് ഇങ്ങനൊരു കർവാണ് കിട്ടിയത്. ഞാൻ വീണ്ടും ഈ പറഞ്ഞ ടൈമിനനുസരിച്ച് പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മറ്റൊരു രീതിയിലാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നത്, ഈ ഒരു പർട്ടിക്കുലർ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ട്? രണ്ട് പൊസിഷൻസ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും എന്തുണ്ട്? ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട് ഇവിടെ. ഞാനിപ്പോൾ ഇവിടെ ഇത് ആർ എന്നാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഡെൽ ആർ എന്ന് പറയുന്ന ഒരു ചേഞ്ച് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ടൈം ചേഞ്ച് ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരേ ടൈമിൽ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. സോ ടൈം ചേഞ്ച് ഇല്ലാത്ത ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത്തരത്തിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റുകളെയാണ് നമ്മൾ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുക. എ ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എ ചേഞ്ച് ഇൻ ടൈം ഈസ് കോൾഡ് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത ഈ 3-dimensional സ്പേസിലുള്ള എൻ പാർട്ടിക്കിൾ സിസ്റ്റം, ഇത്തരത്തിലുള്ളൊരു സിസ്റ്റത്തിനെ നമ്മൾ ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിന് വിധേയമാക്കുകയാണ്. അങ്ങനെ ഒരു വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിന് വിധേയമാക്കുമ്പോൾ ഇവിടെ ഓർക്കുക, ഇതെന്തല്ല, ദിസ് നോട്ട് ആൻ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇതിനകത്ത് എക്സ്റ്റേണൽ ഫോഴ്സുകളും അതുപോലെ തന്നെ കൺസ്ട്രെയിൻഡ് ഫോഴ്സൊക്കെ ചേഞ്ച് ചെയ്യും. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? വിർച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വിർച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല? ദർ ഈസ് നോ ആക്ച്വൽ മോഷൻ ഓഫ് ദ സിസ്റ്റം. സിസ്റ്റം ശരിക്കും എന്ത് ചെയ്യുന്നില്ല? യഥാർത്ഥത്തിൽ ഈ സിസ്റ്റത്തിന് മൂവ്മെൻ്റ് ഒന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ദ സിസ്റ്റം വിൽ ബി still in equilibrium. The system will be still in equilibrium and the total force on each particle is 0, and the total force
on each particle is 0. Total force on each particle is 0. ആ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് സപ്പോസ് ഞാൻ FI എന്ന് എടുക്കുകയാണ്. ജനറലി നമ്മൾ പറയുന്നതാണ് FI എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫോഴ്സ് ഓൺ ith പാർട്ടിക്കിൾ എന്നുള്ള രീതിയിൽ. സോ ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും, FI ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. FI 0 ആണെന്ന് പറഞ്ഞാൽ the work done by this force vanishes during the virtual displacement. Virtual displacement ഞാൻ del Ri എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് കൊണ്ടുണ്ടായ വർക്ക്, ദാറ്റ് ഈസ് FI ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, FI del Ri എന്തായിരിക്കും, ദിസ് വിൽ ബി ഓൾസോ 0 ആയിരിക്കും. ഓക്കെ, FI del Ri, ഇറ്റ് ഈസ് FI ഇൻറ്റു del Ri ഈസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ith പാർട്ടിക്കിളിൻ്റെ കേസിലാണ്. ഇത് സിസ്റ്റത്തിലേക്ക് മൊത്തത്തിൽ സം ചെയ്ത് കഴിഞ്ഞാൽ the sum of these vanishing products vanishing product എന്ന് പറഞ്ഞാൽ FI del Ri എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. the sum of these vanishing products over all particles is 0. That is sum over I FI into del Ri is equal to 0 ആണെന്ന് പറയാം. ഇനി നമുക്കറിയാം ഈ ഫോഴ്സ് എന്ന് പറയുന്നത്, ഈ FI എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഫോഴ്സുകളുണ്ട്. ഒന്ന് ഈ സിസ്റ്റത്തിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്, സിസ്റ്റത്തിന് പുറത്ത് നിന്ന് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. മറ്റൊന്ന് ഇൻറ്റേർണൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ്. ഓക്കെ, സോ ദിസ് ഈസ് ദി എക്സ്റ്റേണൽ ഫോഴ്സ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റേർണൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് ആണ്. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സം ഓവർ I. FI എന്ന് പറയുന്നത് FIE പ്ലസ് ഇൻറ്റേർണൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് FI ഇൻറ്റു del Ri ഈസ് ഈക്വൽ ടു 0 ആണ്. ഓർ സം ഓവർ I FIE del Ri പ്ലസ് സം ഓവർ I സ്മോൾ FI del Ri ഈസ് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. ഇനി നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണ്, ഇഫ് വി ആർ restricting ourselves to systems in which the net work done by the internal constrained forces are 0. അതായത് ഇൻറ്റേർണൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് കൊണ്ട് ഒരു സിസ്റ്റത്തിലുണ്ടാകുന്ന വർക്ക് 0 ആണെന്ന് വിചാരിക്കുക. ഇൻറ്റേർണൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ FI ആണ്. അപ്പോൾ ഇൻറ്റേർണൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു സിസ്റ്റത്തിലുള്ള ടോട്ടൽ വർക്ക് 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാമെന്ന് പറഞ്ഞാൽ സം ഓവർ I FI del Ri ഈസ് ഈക്വൽ ടു 0 ആണെന്ന് അസ്യൂം ചെയ്യാം. സം ഓവർ FI del Ri 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, മുകളിലത്തെ എക്സ്പ്രഷൻ അനുസരിച്ച് ദിസ് സം ഓവർ I FIE del Riയും എന്തായിരിക്കും, 0 ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്, therefore the virtual work done by the applied force or the external force vanishes for a system in equilibrium, provided no internal constrained forces അല്ലെങ്കിൽ frictional forces എന്ന് പറയാം. frictional force ഒരു internal constrained force ആണ്. no frictional forces are present and this is termed as the principle of virtual work. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു സിസ്റ്റത്തിലുള്ള ഇൻറ്റേർണൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് കൊണ്ടുള്ള വർക്ക് 0 ആണെന്നുണ്ടെങ്കിൽ ദ വിർച്വൽ വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് വിൽ ബി ഓൾസോ 0. അല്ലെങ്കിൽ ദ വിർച്വൽ വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് വാനിഷസ്, അതാണ് ദിസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫോർ എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം പ്രൊവൈഡഡ് നോ ഫ്രിക്ഷണൽ ഫോഴ്സസ് ആർ പ്രസൻറ്റ് ആൻഡ് ദിസ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്. ഇനി ഇതിൻ്റെ മറ്റൊരു ഫോമാണ് ഡി ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഡി ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ ഡി ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ നമ്മൾ പറയുമ്പോൾ ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് പറഞ്ഞത് ഒരു സ്റ്റാറ്റിക് സിസ്റ്റത്തിൻ്റെ കേസിലാണ്. ഓക്കെ, പക്ഷേ നോർമൽ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡൈനാമിക് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയത് FI
ഈക്വൽ ടു 0, ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഈസ് 0 നമ്മൾ എഴുതി. പക്ഷേ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്കറിയാം എഫ് ഐ എന്ന് പറയുന്നത് ഇതെന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആണ്. എഫ് ഐ ഈസ് ഈക്വൽ ടു പി ഐ ഡോട്ട് ആണ്, അല്ലെങ്കിൽ എഫ് ഐ ഈസ് ഡി ബൈ ഡി ടി ഓഫ് പി ഐ, അതിനാണ് പി ഐ ഡോട്ട് എന്ന് എഴുതുക. സോ വേർ പി ഐ എന്ന് പറയുന്നത് ഈസ് ദി മൊമെൻറ്റം ഓഫ് ഐത്ത് പാർട്ടിക്കിൾ, പി ഐ ഈസ് ദി മൊമെൻറ്റം ഓഫ് ഐത്ത് പാർട്ടിക്കിളാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് എഫ് ഐ മൈനസ് പി ഐ ഡോട്ടിനെ ഞാൻ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽ ആർ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കിളുകളിലേക്കും അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും, ദിസ് വിൽ ബി 0 ആയിരിക്കും. സോ സം ഓവർ ഐ എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഡെൽ ആർ ഐ ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ നമുക്ക് കിട്ടിയത് സം ഓവർ ഐ എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഡെൽ ആർ ഐ ഇസ് ഈക്വൽ ടു 0 എന്നാണ്. നമുക്കറിയാം എഫ് ഐ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെയും ഇൻറ്റേർണൽ ഫോഴ്സിൻ്റെയും കൂടി സമ്മാണ്. സോ ഞാൻ അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എഫ് ഐ ഇ പ്ലസ് സ്മോൾ എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഡെൽ ആർ ഐ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഞാനിതിനെ 2 ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ ഈസ് സം ഓവർ ഐ എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഡെൽ ആർ ഐ പ്ലസ് സം ഓവർ ഐ സ്മോൾ എഫ് ഐ ഡെൽ ആർ ഐ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇഫ് യു ആർ റെസ്ട്രിക്റ്റിംഗ് അവർ സെൽസ്, നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്ത കണ്ടീഷൻ തന്നെ പറയുകയാണ്, ഇഫ് വി ആർ റെസ്ട്രിക്റ്റിംഗ് അവർ സെൽഫ് ടു എ സിസ്റ്റം വേർ the work done by the internal constraint forces are 0, or the work done by the internal constraint or the internal constraint forces 0 ആണെന്ന് പറഞ്ഞാലും മതി, where the work done by internal constraint forces are 0. അങ്ങനെ ഇൻറ്റേർണൽ കൺസ്ട്രെയിൻറ്റ് ഫോഴ്സുകൾ കൊണ്ടുള്ള വർക്ക് 0 ആണെങ്കിൽ എന്ന് വെച്ചാൽ സം ഓവർ ഐ എഫ് ഐ ഡെൽ ആർ ഐ 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സം ഓവർ ഐ എഫ് ഐ ഇ മൈനസ് പി ഐ ഡോട്ട് ഡെൽ ആർ ഐ ഈസ് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഡി ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ. ഡി ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ വിർച്വൽ വർക്കിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് ഡി ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ. വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് സിസ്റ്റത്തിൻ്റെ കേസിലാണ്. അതേസമയം ഡി ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡൈനാമിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിലാണ് എന്നേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ആൻഡ് ഡി ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ. ഓക്കെ.